ഇപ്പോൾ നമുക്കൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. ജോസിൽ, പ്രകാശ് ബാബു അല്പം മുൻപ് സംസാരിച്ചതും ഇതുതന്നെയാണ്. തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ തൻ്റെയും കൂടെ പ്രശ്നമായി കൊണ്ടുപോയ ഒരു വ്യക്തിയായിരുന്നു പീരുമേട് MLA വാഴൂർ സോമൻ എന്ന് പറയുന്നത്. അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത തോട്ടം തൊഴിലാളികൾ ഏറെ നിറകണ്ണുകളോടെയാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ജോസിൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ? ബിജി, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം കോട്ടയം ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത്. കോട്ടയം ജില്ലയിൽ AASF പ്രസ്ഥാനത്തിൻ്റെ നേതാവായി പ്രവർത്തിച്ചുകൊണ്ട് കോട്ടയം ജില്ലയിലെ ജില്ലാ സെക്രട്ടറിയായി എല്ലാം പ്രവർത്തിച്ച് കോട്ടയം ജില്ലയിലെ വാഴൂർ പ്രദേശത്ത് നിന്നാണ് അദ്ദേഹത്തിൻ്റെ സംഘടനാ ജീവിതം ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ഇടുക്കി ജില്ലയിൽ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് AITUC-യുടെ നേതാവായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ആ ഒരു കാലഘട്ടത്തിലെല്ലാം തോട്ടം തൊഴിലാളികളുടെ അനവധി സമര പോരാട്ടങ്ങൾ നേതൃത്വം കൊടുത്ത ആൾ എന്ന നിലയിലാണ് വാഴൂർ സോമൻ അറിയപ്പെടുന്നത്. അതിനൊപ്പം തന്നെ വിവിധ ജനകീയ വിഷയങ്ങളിലും ഇടപെട്ട് പീരുമേട് മേഖലയിൽ നിറഞ്ഞു നിന്ന ഒരു നേതാവായിരുന്നു വാഴൂർ സോമൻ. അദ്ദേഹം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. നിയമസഭയിൽ അവിടെ MLA ആയി തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഈ പീരുമേട് മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് നേതൃത്വം കൊടുക്കുകയും ഒപ്പം തന്നെ ഒരു തൊഴിലാളി നേതാവ് എന്ന നിലയിൽ പീരുമേട് മണ്ഡലത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് തേയിലത്തോട്ടങ്ങളിൽ അടക്കമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ട് അത് കൃത്യമായി സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനടക്കം നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ് വാഴൂർ സോമൻ. അങ്ങനെ നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഈ ഇടുക്കി ജില്ല എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ വലതുപക്ഷ ശക്തികളുടെ നിർണായക സ്വാധീനം ഉണ്ടായിരുന്ന ഒരു മേഖലയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് ശക്തി പകരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് മുന്നിൽ നിന്ന ഒരു നേതാവ് തന്നെയാണ് വാഴൂർ സോമൻ. അങ്ങനെയാണ് ഈ മേഖലയിൽ ഇപ്പോൾ ഈ ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട 5-ൽ 4 നിയോജക മണ്ഡലങ്ങളിലും LDF-ൻ്റെ MLA-മാരാണ് നിലവിൽ ഉള്ളത്. അത്തരത്തിൽ പീരുമേട് മണ്ഡലത്തിൽ മാത്രമല്ല മറ്റ് അതിന് ചേർന്നുള്ള 3 ദേവികുളം അടക്കമുള്ള ഉടുമ്പൻചോല അടക്കമുള്ള മേഖലകളിലെല്ലാം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒപ്പം ചേർന്ന് നിന്ന് CPM-ഉം CPI-യും ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ആളാണ് വാഴൂർ സോമൻ. അങ്ങനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ CPI തീരുമാനിക്കുന്നത് പീരുമേട്ടിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ. അദ്ദേഹം പീരുമേട്ടിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധി ഉണ്ടായിരുന്നു ഈ പ്രായത്തിൻ്റെ ഇടയിൽ. ആ ആരോഗ്യ പ്രശ്നങ്ങളെ എല്ലാം അവഗണിച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മറ്റ് ഒരു ജീപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീപ്പുണ്ട്. ആ ജീപ്പിൽ ഈ കുന്നും മലയും എല്ലാം കയറി ഇറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു ജനനേതാവിനെയാണ് നഷ്ടപ്പെട്ടത്. CPI-ക്ക് മാത്രമല്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പീരുമേട് മണ്ഡലത്തിന് ഇടുക്കി ജില്ലയ്ക്ക് വലിയ നഷ്ടമാണ് വാഴൂർ സോമൻ്റെ നിര്യാണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ബിജി, ശരിയാണ്, ജോസിൽ പറഞ്ഞു വെക്കുന്നതും അതുതന്നെയാണ്. അതായത് ഇടുക്കിക്കാർക്കെന്ന് മാത്രമല്ല, കോട്ടയത്തിനെന്ന് മാത്രമല്ല, കേരളത്തിന് തന്നെ നികത്താനാവാത്ത നഷ്ടമാണ് വാഴൂർ സോമൻ്റെ നിര്യാണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്.